പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത 66 ഉദ്ഘാടന പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന് ക്ഷണമില്ല. NH 66 തലപ്പാടി, ചെങ്കള, വെങ്ങളം, രാമനാട്ടുകര ആറുവരിപ്പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് മന്ത്രിയെ ഒഴിവാക്കിയത്. അതേസമയം മന്ത്രിക്ക് ക്ഷണമില്ലാതായതോടെ പ്രശ്നം വിവാദമായിരിക്കുകയാണ്. സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിനെ ഒഴിവാക്കിയത് കേരളത്തെ അപമാനിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടാതെ മറ്റു മന്ത്രിമാരും CPM നേതാക്കളുമടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ ഒഴിവാക്കി ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമം ജനം തിരിച്ചറിയുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ചടങ്ങ് ബഹിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻ കേന്ദ്ര സഹമന്ത്രി എന്ന പേരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് വിവാദം കൊഴുക്കാൻ തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിനും CPM നേതാക്കൾക്കും മറുപടിയുമായി BJP നേതാക്കളും രംഗത്തെത്തി കഴിഞ്ഞു. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വരികയായിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തിയത്. മന്ത്രിയുടെ പേരില്ലാത്തതൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം മരുമകനെയും കുടുംബത്തെയും വിളിക്കണമെന്ന് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ഞാൻ ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെഡ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. അത് അവർക്കൊരു പ്രശ്നമാണെങ്കിൽ ആയിക്കോട്ടെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രകാരം ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഹെഡ് ഓഫ് സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വിളിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എത്രയോ പ്രോഗ്രാം ഇന്ന് പ്രഖ്യാപിക്കുന്നു, ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രിനെ വിളിച്ചു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമനും കുടുംബം എല്ലാം വിളിക്കണമെന്ന് എവിടെ എഴുതിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആര് വരണം മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. എന്താ പ്രശ്നം മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നോക്ക്, ഇനിയിപ്പോൾ അത് ഒരു വിവാദം നോക്കൂ. ഇനിയിപ്പോൾ ഇലക്ഷന് 30 ദിവസമുണ്ട്. ഇവരിങ്ങനെ ഒരു വിവാദം തിരഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്കറിയാമല്ലോ ഇനിയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസും മന്ത്രിയാവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല നോക്കൂ, പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങളത് ഗവൺമെൻറ് ഇന്ത്യയോട് പറഞ്ഞാൽ എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെ റെയിൽവേ ആണോ, ഹൈവേ ആണോ, വീടാണോ, കുടിവെള്ളമാണോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? മറ്റൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ, സ്വാഭാവികമായിട്ടും റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് PW മിനിസ്റ്റർ വിളിക്കേണ്ടത് ഒരു അത്യാവശ്യമല്ലേ? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആരും ഒപ്പം വരണമെന്ന് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. അതിലെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. തെരഞ്ഞെടുപ്പിന് ഇനി 30 ദിവസമാണുള്ളത്. വിവാദം തിരഞ്ഞു നടക്കുകയാണ് CPM. 30 ദിവസം കഴിയുമ്പോൾ റിയാസ് മന്ത്രിയാകില്ലെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ലെന്നും അവർക്കറിയാം. എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അതിന് മാധ്യമ സുഹൃത്തുക്കൾ പങ്കാളിയാകേണ്ടതില്ലെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയപാത 66 ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതാണ് വിവാദമായത്. NH 66 തലപ്പാടി, ചെങ്കള, വെങ്ങളം, രാമനാട്ടുകര ആറുവരിപ്പാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് മന്ത്രിയെ ഒഴിവാക്കിയത്.
കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ഹർദീപ് സിംഗ് പുരി, പ്രഹ്ലാദ് വെങ്കടേശ്വരി ജോഷി, അശ്വിനി വൈഷ്ണവ്, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർക്കാണ് ക്ഷണമുള്ളത്. MPമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഉമാ തോമസ് MLA എന്നിവർക്കും കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയായതുകൊണ്ട് ക്ഷണമുണ്ട്. മുൻ കേന്ദ്രമന്ത്രി എന്ന പേരിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഹമ്മദ് റിയാസിനെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ നോഡൽ ഏജൻസി എന്നിരിക്കെയാണ് മന്ത്രിയെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്ന വിമർശനമുയർന്നു.